الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الناس ضرب مثل فاستمعوا له إن الذين تدعون من دون الله لن يخلقوا ذبابا ولو اجتمعوا له وإن يسلبهم الذباب شيئا لا يستنقذوه منه ضعف الطالب والمطلوب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി സ്വന്തത്തോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ അടങ്ങിയ പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയായ സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് അവൻ്റെ സൃഷ്ടികളിലെ ഏറ്റവും ഉത്കൃഷ്ടരായിക്കൊണ്ട് ജീവിക്കുവാൻ സൗഭാഗ്യം ലഭിച്ച ആളുകളാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും. ആ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ അത് നിർബന്ധ ബുദ്ധിയാൽ തന്നെ അല്ലാഹു തആല നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിട്ടുണ്ട്. ഈ ഭൂമിയിൽ
കോടാനുകോടി മനുഷ്യർ സൃഷ്ടിക്കപ്പെടുകയും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തിട്ടുള്ള ഒരുപാട് സമൂഹങ്ങളുണ്ട്, സമുദായങ്ങളുണ്ട്. ആ സമൂഹത്തെയും സമുദായങ്ങളെയും ഒക്കെ നേർവഴി കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി അവരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്ത ഒരുപാട് പ്രവാചകന്മാരായിക്കൊണ്ടുള്ള, പ്രബോധകന്മാരായിക്കൊണ്ടുള്ള ആളുകളും ഈ ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം, 63 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എങ്കിലും ലോകാവസാനം വരേക്കും വരുന്ന മനുഷ്യർക്ക് കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഉതകുന്ന തരത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ നമ്മുടെ കൈകളിൽ എത്തിച്ചു തന്നിരിക്കുകയാണ്. പ്രധാനമായും അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞ കാര്യം, പ്രബോധനം ചെയ്ത കാര്യം എന്തായിരുന്നു എന്നുള്ളതാണ് നാം ആദ്യം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഇതാണ് ഏറ്റവും പ്രധാനമായി ജനങ്ങൾക്ക് പ്രബോധനം നൽകിയിട്ടുള്ളത്. അതിനുശേഷമാണ് മറ്റുള്ള കാര്യങ്ങൾ. ഇവിടെ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി പ്രവാചകന്മാരോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർ ജനങ്ങളെ ഉത്ബോധനം നടത്തിയിരുന്നു. എന്നിട്ട് പോലും ആ കാലഘട്ടത്തിലുള്ള മനുഷ്യർ അതിന് വില കൊടുക്കാതെ, അത് വകവെക്കാതെ തങ്ങളുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ചു കൊണ്ട് ജീവിച്ചു വന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ തന്നെ നമുക്കതിന് തെളിവാണ്. ഓരോ സമൂഹത്തിൻ്റെയും അവസാനം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി വിവരിക്കുന്നുണ്ട്. ഇവിടെ നമ്മളോട് അല്ലാഹു തആല പറയുന്ന 1-2 കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ ഒന്നാമത്തെ ചോദ്യം എന്താണെന്നറിയോ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു വയുഖൗവിഫൂനക ബില്ലദീന മിൻ ദൂനിഹി വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. അല്ലാഹുവിന്റെ അടിയാന്, അല്ലാഹുവിന്റെ അടിമക്ക് അവൻ അഥവാ അല്ലാഹു മതിയായവനല്ലയോ? അല്ലാഹുവിന്റെ ഒരു ചോദ്യമാണിത്. യഥാർത്ഥമായി അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുവാൻ തീരുമാനിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അള്ളാഹുവിൻ്റെ ആ കൃത്യമായ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. എന്നാൽ അതിന് കവിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് പുറമെ മറ്റുള്ള വസ്തുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, മറ്റുള്ള മരണപ്പെട്ടു പോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവരുടെ സഹായം തേടുന്നവരുണ്ട്, ജീവിച്ചിരിക്കുന്നവരുടെ മുമ്പിൽ പോയി സഹായം ചോദിക്കുന്നവരുണ്ട്, മലക്കുകളോടും ജിന്നുകളോടും ഒക്കെ സഹായം തേടുന്നതും ചോദിക്കുന്നതുമായ ആളുകളോട്. ഇതെല്ലാം അള്ളാഹുവിന്റെ ഈ ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ അങ്ങേയറ്റം മാറ്റിവെച്ചുകൊണ്ട് വേണം ചിന്തിക്കുവാൻ. ഈ ചോദ്യം വളരെ ഗൗരവമാണ്. അള്ളാഹുവിന്റെ അടിമക്ക് ആരാണ് മനുഷ്യരായ നമ്മളെ സൃഷ്ടിച്ചത് എന്ന് വേണം ആദ്യം ചിന്തിക്കാൻ. ഈ പറയുന്ന മലക്കുകളെയും ജിന്നുകളെയും മറഞ്ഞുപോയ മഹാന്മാരെയും ഒക്കെ, കല്ലുകളെയും മുള്ളുകളെയും ഒക്കെ സൃഷ്ടിച്ചത് ആരാണ്? ഏകനായ അള്ളാഹുവാണ് എന്ന് ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ആ അള്ളാഹുവിന്റെ ഒരു ചോദ്യമാണിത്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാഹുവിന്റെ അടിയാന് അവൻ മാത്രം മതിയായവനല്ലയോ? എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? അവന് പുറമെയുള്ളവരെ കൊണ്ട് നബിയെ നിന്നെ അവർ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഏതൊരുവനെ അള്ളാഹു വഴിപിഴവിലാക്കുന്നുവോ
അവന് വഴികാട്ടുന്നവനായി ഒരുവനുമില്ല. അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് വഴികാട്ടാൻ മറ്റൊരാൾക്ക് സാധ്യമല്ല. കാരണം അതിന് കവിഞ്ഞു പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൻ അതിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കണം. ഇല്ല എങ്കിൽ അവൻ അള്ളാഹു ആ വരയിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അവൻ സ്വയം തീരുമാനിക്കണം പൊറുക്കലിനെ തേടാൻ വേണ്ടി. അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് അത് സമ്മതിക്കുന്ന ഏതൊരാളെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ടുന്നതായ വളരെ ഗൗരവമുള്ള ഒരു ഭാഗമാണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. കാരണം അള്ളാഹുവിൻ്റെ അടിയാന് അള്ളാഹു പോരെ എന്ന ഈ ഒരു ചോദ്യം അള്ളാഹു അല്ലാതെ ഏതൊന്നിനെയും, അത് കല്ലായിക്കൊള്ളട്ടെ, അത് മണ്ണായിക്കൊള്ളട്ടെ, അത് ഗ്രഹങ്ങളായിക്കൊള്ളട്ടെ, അത് ദേവന്മാരായിക്കൊള്ളട്ടെ, മലക്കുകളായിക്കൊള്ളട്ടെ, അത് ജിന്നുകളായിക്കൊള്ളട്ടെ, പിശാചുക്കളായിക്കൊള്ളട്ടെ, മഹാത്മാക്കളായിക്കൊള്ളട്ടെ, ആരെല്ലാം അങ്ങനെ എടുത്തു പറഞ്ഞവരൊക്കെ ആയിക്കൊള്ളട്ടെ, ഇവരൊക്കെ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു വരണം. ഇതൊക്കെ കൃത്യമായി പറയുന്നത് എൻ്റെ സൃഷ്ടിപ്പ് അതങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ ആരാധിക്കേണ്ടത് ആരെയാണെന്ന് കൃത്യമായി പഠിക്കുവാൻ വേണ്ടിയാണ്, മനസ്സിലാക്കുവാൻ വേണ്ടി, ആരോടാണ് സഹായം തേടേണ്ടത്, പ്രാർത്ഥിക്കേണ്ടതെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഇവരൊക്കെ ആരാധിക്കുകയോ വിളിച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നവർ ഈ വ്യക്തമായിട്ടുള്ള സത്യത്തെ ധിക്കരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിയേണ്ടത്, അല്ലാഹു തആല പറഞ്ഞ ഈ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. എന്താ പറയുന്നത്? യാ അയ്യുഹൻ നാസ്. ഇത് പൊതുവായി കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനു എന്നല്ല പറഞ്ഞത്. അവിടെയാണ് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുമ്പോൾ അത് പ്രത്യേകമായിട്ടുള്ള ഒരു അടയാളമായി തീരുകയാണ്. വിശ്വാസം ഉൾക്കൊണ്ട ആളുകളോട് നിർദ്ദേശിക്കുന്ന നിയമങ്ങളാണ്. ഇവിടെ അല്ലാഹു തആല പറയുന്നത് യാ അയ്യുഹൻ നാസ്, അല്ലയോ മനുഷ്യരെ, ജനങ്ങളെ എന്നാണ്. ലോകത്തുള്ള മനുഷ്യരെ മുഴുവൻ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു തആല ഇത് പറയുന്നത്. ഒരു ഉപമ, ഒരു ഉദാഹരണം ഇതാ വിവരിക്കപ്പെടുകയാണ് നിങ്ങൾക്ക്. എന്താണ്? എന്നിട്ട് പറയുന്നത് എന്താ? അതിലേക്ക് നിങ്ങൾ ചെവി കൊടുക്കുകയും ഗൗരവത്തോടുകൂടി അത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാകുവിൻ. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബാ വലവിജ്തമഉ ലഹു വഇൻ യസ്ലുബുഹുമു ദുബാബു ശൈആ ലാ യസ്തൻഖിദൂഹു മിൻഹു ലഉഫത് താലിബു വൽ മത്ലൂബ്. അല്ലാഹു തആല പറയുകയാണ്, നിശ്ചയമായും അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു വരുന്നവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുവാൻ കഴിവുള്ളവരല്ല. ഒരു ഈച്ചയെ പോലും അവർക്ക് സൃഷ്ടിക്കുവാൻ കഴിവില്ല. അതിനായി അവർ എല്ലാവരും ഒരുമിച്ച് കൂടിയാലും, ആരൊക്കെ? നേരത്തെ പറഞ്ഞ അല്ലാഹു അല്ലാത്ത ആരെയൊക്കെ പറഞ്ഞോ അവരൊക്കെ ഒരുമിച്ച് കൂടിയാലും ശരി, ഈച്ച അവരിൽ നിന്ന് വല്ലതും തട്ടിയെടുക്കുന്നതായാൽ അതിൻ്റെ പക്കൽ നിന്ന് അവരത് വീണ്ടെടുക്കുകയുമില്ല. അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും ബലഹീനൻ തന്നെ. ആരാണോ പ്രാർത്ഥിക്കുന്നവൻ, ആരോടാണോ പ്രാർത്ഥിക്കുന്നവൻ ഒക്കെ ബലഹീനരാണ് എന്ന് കൃത്യമായി അല്ലാഹു തആല വിവരിച്ചു തരിക. ഒരു ഈച്ചയുടെ ഉദാഹരണത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞു തരുന്നൊരു ഗൗരവം. അല്ലാഹു അല്ലാതെ തൻ്റെ അടിമകൾക്ക് മറ്റാരുണ്ട് എന്ന ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പഠിക്കാൻ, അത് ഉൾക്കൊള്ളാൻ, അത് മനസ്സിലാക്കാൻ, അത് ജീവിതത്തിൽ പകർത്താൻ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് തയ്യാറാവണം. കടുകുമണിയോളം പോലും അഹങ്കാരം നമ്മുടെ മനസ്സിൽ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ചെയ്തുകൂടാത്തത്?
എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ അത് മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ, അത് പഠിക്കാൻ, എന്നിട്ട് അത് ജീവിതത്തിൽ പകർത്താൻ. അത് പഠിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ബാധ്യത കൂടി നമുക്കുണ്ട്. ഒരായത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ അത് മനസ്സിലാക്കാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ബാധ്യത എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതിന് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ പാടില്ല. അവിടെയും ചോദ്യം വരും. അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ സമയം നീ എന്തിന് ചെലവഴിച്ചു എന്നൊരു ചോദ്യം നമ്മളോട് വരും. അതിന് ഉത്തരം നമ്മൾ പറയേണ്ടി വരും, നമ്മൾ ഓരോരുത്തരും. ഈ ഒരു കാര്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു ചോദിക്കുന്ന ഈ ഒരു ചോദ്യം, ഈച്ചയുടെ കയ്യിൽ നിന്ന് ഈച്ച കൊണ്ടുപോകുന്ന ഒരു വസ്തുവിനെ പോലും അവർക്ക് അതിന് പിടിച്ചെടുക്കാൻ സാധിക്കുകയില്ല, കഴിവില്ല എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മൺമറഞ്ഞു പോയ മഹാത്മാക്കളായി നമ്മൾ വിശേഷിപ്പിക്കുന്ന ആളുകൾ, അവിടെയാണ് എന്ന് എടുത്തു പറഞ്ഞത്. അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവരും ബലഹീനരാണ്, ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരാണ് എന്ന് കൃത്യമായി പറയുകയാണ് അല്ലാഹു തആല. മറ്റൊരു വചനത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. മറ്റൊരു ചെറിയ ഉദാഹരണം അല്ലാഹു തആല പറയുകയാണ്. ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും സ്വന്തമായി പടച്ചുണ്ടാക്കാൻ കഴിവില്ലാത്തവരാണ് അവര്, മേൽപ്പറഞ്ഞ ആളുകൾ. എന്നിട്ട് തീർന്നില്ല, തുടർന്നുകൊണ്ട് അല്ലാഹു തആല പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ഈ ഒരു വചനമാണ്, അത് ഹൃദയത്തിൽ മരണം വരെ ഇങ്ങനെ കുറിച്ചു വെക്കണം, സൂക്ഷിച്ചു വെക്കണം. എന്താ അല്ലാഹു തആല പറയുന്നത്? ഇൻ തദ്ഊഹും, നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പക്ഷം, ലാ യസ്മഉ ദുആഅകും, അവർ നിങ്ങളുടെ വിളി കേൾക്കുകയില്ല. വലൗ സമിഉ, അവർ കേട്ടാലും അഥവാ ഒന്ന് കേട്ടെന്ന് വിചാരിച്ചാലും മസ്തജാബു ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുകയുമില്ല. എന്നിട്ട് പറയുന്ന കാര്യം അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കണം. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും, ഖിയാമത്ത് നാളിലാകട്ടെ നിങ്ങളുടെ ആ ശിർക്കിനെ, ആ പങ്കു ചേർക്കലിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. ആര്? മേൽപ്പറഞ്ഞ മഹാത്മാരായിക്കൊള്ളട്ടെ, മലക്കുകളായിക്കൊള്ളട്ടെ, ജിന്നുകളായിക്കൊള്ളട്ടെ, കല്ലുകളായിക്കൊള്ളട്ടെ, മുള്ളുകളായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും പരലോകത്ത്. എന്നിട്ടാണ് ചോദ്യം ചെയ്യുക. അപ്പോ ഇന്ന ആള് പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തതെന്ന് പറഞ്ഞാൽ അവരവിടെ നിഷേധിക്കും. പേരെടുത്ത് പറയാൻ സമയമില്ല. നമ്മുടെ മുമ്പിൽ ഒരുപാട് പേരുകളുണ്ടല്ലോ. ആധുനിക കാലഘട്ടത്തിൽ സംസാര വിഷയമുള്ള ആളുടെ പേരടക്കമുണ്ടല്ലോ. ട്രെയിനുകളും വിമാനങ്ങളും ഒക്കെ ആ വ്യക്തിയുടെ കരങ്ങളിലൂടെ കഴിവിന്റെ ഭാഗത്തു കൂടെയാണ് നിയന്ത്രണത്തിലുള്ളത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ അള്ളാഹുവിന്റെ അടിമയോട് ഈ ചോദ്യം ചോദിക്കും. അവിടെ നിഷേധിച്ചു കളയും. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അവരോട് എന്നെ മുമ്പിൽ വന്ന് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, എന്നോട് തേടാൻ പറഞ്ഞിട്ടില്ല, എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്നവർ നിഷേധിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ 1448 വർഷങ്ങൾക്കപ്പുറം എഴുത്തും വായനയും അറിയാതിരുന്ന ഒരു മനുഷ്യന് പഠിപ്പിച്ച് അവിടെ ഉണ്ടായിരുന്ന ആ സമൂഹത്തെ മുഴുവൻ പരിവർത്തനം നടത്തി ഏകനായ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ദിശാബോധം നൽകിയ ഈ പരിശുദ്ധ ഖുർആനിന്റെ വചനം ഇന്ന് നമ്മുടെ കൈവെള്ളയിൽ കിട്ടിയിട്ട് അന്ന് വായിച്ചു നോക്കാൻ, അതിന്റെ അർത്ഥങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ, അതിന്റെ വിശദീകരണങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സമയം കിട്ടാതെ വന്നിട്ടുണ്ടോ? സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇവിടെയാണ് ഇതിന്റെ ഗൗരവം നാം മനസ്സിലാക്കേണ്ടത്. നമുക്ക് അല്ലാഹു തആല ബുദ്ധി തന്നില്ലേ? വായിക്കുവാനും മനസ്സിലാക്കുവാനും അറിയുവാനുമുള്ള കഴിവ് തന്നില്ലേ? ചിന്തിക്കുവാനുള്ള കഴിവ് തന്നില്ലേ? എന്തുകൊണ്ട് ചിന്തിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട്
നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ? وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ അടിയാന്മാർ എന്നെ പറ്റി നിന്നോട് ചോദിച്ചാൽ നിശ്ചയമായും ഞാൻ നിന്റെ സമീപസ്ഥനാകുന്നു എന്ന് പറയുക. എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ വിളിക്ക് ഉത്തരം നൽകുന്നതാണ്. എന്നാൽ അവർ എനിക്ക് എൻ്റെ വിളിക്ക് ഉത്തരം നൽകുകയും ചെയ്യുക. എന്നാൽ അവർ വിശ്വസിക്കുകയും ചെയ്തു കൊള്ളട്ടെ, അവർ നേർവഴി പ്രാപിച്ചേക്കാവുന്നതാണ്. അള്ളാഹുവിൻ്റെ ഈ ഒരു വർത്തമാനം അത് വെറുതെ പറയുന്നതല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുക, എല്ലാ പ്രയാസങ്ങളും മാറും. അള്ളാഹു തൊട്ടടുത്ത് തന്നെയുണ്ട് എന്ന് കൃത്യമായി പറയുന്ന മറ്റൊരു വചനം ഓർമ്മപ്പെടുത്താം. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചു, അവന്റെ മനസ്സ് ഏതൊന്നിനെ കുറിച്ച് മന്ത്രിക്കുന്നുവോ അത് നാം അറിയുകയും ചെയ്യുന്നു. അവനിലേക്ക് നാം അവന്റെ കണ്ടനാടിയേക്കാൾ അടുത്തവനത്രേ. അത്രയൊക്കെ അല്ലാഹു തആല പറഞ്ഞു തന്നില്ല. തൊണ്ടക്കുഴിയുടെ അടുത്തവരെ പറഞ്ഞു തന്നു. എന്നിട്ടും മനുഷ്യർക്ക് ചിന്തിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, പഠിക്കുക, പഠിക്കാൻ തയ്യാറാവുക, സമയം കണ്ടെത്തുക. ഒരാഴ്ചയിലെങ്കിലും ഒരമണിക്കൂർ, ഒരു ദിവസം വേണ്ട, ഒരാഴ്ചയിലെങ്കിലും ഒരമണിക്കൂർ ഇതിനായിട്ട് മാറ്റി വെക്കുക. ഒരായത്ത്, അതിൻ്റെ അർത്ഥവും അതിൻ്റെ വിശദീകരണങ്ങളും ഒന്ന് വായിക്കാൻ തയ്യാറാവണം. കാരണം നാളെ പരലോകത്ത് വെച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഉത്തരം കിട്ടാതെ വരുമ്പോഴുള്ളൊരവസ്ഥ, തലകുനിച്ച് നിൽക്കേണ്ടി വരുമ്പോൾ നരകത്തിൻ്റെ അവകാശികളായി തീരുമെന്നുള്ള ആ ഒരു ചിന്ത നമുക്കുണ്ടാവണം. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പരിശുദ്ധ ഖുർആനെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമ്മൾ തയ്യാറാവുക. അള്ളാഹു ഏകനാണ്, അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, അവനോട് മാത്രം സഹായം തേടുക എന്നുള്ള ഈ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് രണ്ടാമതൊരിക്കൽ കൂടി സ്വന്തത്തോടുന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഓരോ വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ മറന്നുകൊണ്ട് ജീവിക്കരുത് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ചില വചനങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അല്ലാഹു തആല പറയുന്ന മറ്റൊരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. നബിയെ, എൻ്റെ അടിയാന്മാരോട് ഞാൻ പ്രസ്താവിച്ചതായി പറയുക, തങ്ങളുടെ അഥവാ സ്വന്തം ആത്മാക്കളോട് അതിര് കവിഞ്ഞു പോയിട്ടുള്ള എൻ്റെ അടിയാന്മാരെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെട്ടു പോകരുത്. അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടൂലേ എന്നും പറഞ്ഞ് നിരാശപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. നിശ്ചയമായും അള്ളാഹു പാപങ്ങളെ മുഴുവനും പൊറുക്കുന്നതാകുന്നു. നിശ്ചയമായും അവൻ തന്നെയാണ് വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമായിട്ടുള്ളവൻ. തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കരുതിയിട്ട് അതങ്ങനെ വിട്ടുകളയരുത്, അതങ്ങനെ മാറ്റി വെക്കരുത്. അള്ളാഹു പുറത്തു തരും. എങ്ങനെയാണ് ഈ പുറക്കലുണ്ടാവും? വെറുതെ അങ്ങനെ പുറക്കുന്ന നമുക്കറിയാം. മുഹറം മാസം ആശറ നോമ്പ് നമ്മളെടുത്തു, കഴിഞ്ഞു പോയൊരു വർഷക്കാലത്തെ പാപങ്ങൾ പുറത്തു തരുന്നു. അതെങ്ങനെ വേണം?
വെറുതെ ഒരു നോമ്പെടുത്താൽ പോരാ. ആത്മാർത്ഥമായി കളങ്കമില്ലാത്ത തരത്തിലുള്ള നോമ്പായിരിക്കണം അത്. ആരെയും ബോധ്യപ്പെടുത്താനാവരുത്, ആരെ കാണിക്കുവാനും ആവരുത്, ആരെ കേൾപ്പിക്കുവാനും പറയിപ്പിക്കുവാനും ഒന്നും ആവരുത്. അവനവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള രൂപത്തിലായിരിക്കണം അത് എടുത്തിട്ടുണ്ടാവുക. എന്നാലാണ് ഈ പറഞ്ഞ പൊറുക്കലിനെ അള്ളാഹു തആല പുറത്തു തരിക. ഇവിടെ അള്ളാഹു തആല പറയുന്നൊരു വചനം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. അള്ളാഹു തആല പറയുകയാണ്, അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായ പശ്ചാത്തപിക്കുവിൻ. എന്നാൽ അസാ റബ്ബുകും അൻ യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അള്ളാഹു തആല പറയുകയാണ്, എന്നാൽ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നിങ്ങളുടെ തിന്മകളെ മൂടി വെച്ച് മാപ്പാക്കി തരികയും താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ആ സ്വർഗങ്ങളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം. ഉണ്ടോ? ആ രൂപത്തിലാവണം. ആത്മാർത്ഥമായിട്ട് അത് കൃത്യമായി മനസ്സിലാക്കണം. തൂബൂ എന്ന് പറഞ്ഞിട്ട് ഇലല്ലാഹി തൗബതൻ നസൂഹാ, ആത്മാർത്ഥമായിട്ടുള്ള കളങ്കമില്ലാത്ത പശ്ചാത്താപമായിരിക്കണം ഉണ്ടാവേണ്ടത് എന്ന് പറയുക. എന്ത് തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ, അത് കൈ കൊണ്ടായിക്കൊള്ളട്ടെ, കണ്ണുകൊണ്ടായിക്കൊള്ളട്ടെ, ചെവി കൊണ്ടായിക്കൊള്ളട്ടെ, ഹൃദയം കൊണ്ടായിക്കൊള്ളട്ടെ, കാലുകൾ കൊണ്ടായിക്കൊള്ളട്ടെ, നാവ് കൊണ്ടായിക്കൊള്ളട്ടെ, എന്ത് തെറ്റുകൾ, തൊഴിൽ കൊണ്ട് ആയിക്കൊള്ളട്ടെ, എന്ത് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ, ഈ പറയുന്ന തൗബു ഇലല്ലാഹി തൗബതൻ നസൂഹാ എന്ന രൂപത്തിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു പശ്ചാത്താപമായിരിക്കണം നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. എന്നാൽ നേരത്തെ പറഞ്ഞ എല്ലാം പുറത്തു തരും അല്ലാഹു തആല പാപങ്ങളൊക്കെ. അപ്പൊ ആ രൂപത്തിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പുണ്യങ്ങൾ നമുക്ക് നേടിയെടുക്കേണ്ട ആവശ്യമില്ലേ? അത് ചെറിയതായിക്കൊള്ളട്ടെ. നമുക്കറിയാം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി, അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരു ഭവനം നമുക്കിവിടെ ഉണ്ട്. ഈ ഒരു ഭവനം മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് സാമ്പത്തികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. സമ്പത്ത് അത് അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവുമാണ്. അത് ജീവിതമാർഗമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന അത്ര രൂപത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക. ആ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ആരോടും പറയേണ്ട കാര്യമില്ല, ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അതായിരിക്കും നാളെ ഒരു പക്ഷേ പരലോകത്ത് ചെല്ലുമ്പോൾ സ്വർഗത്തോപ്പിൽ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ആ നന്മ കൊണ്ട് അള്ളാഹുവിൻ്റെ പരലോകത്ത് സ്വർഗത്തിൽ ഒരു മണിമാളിക അവൻ ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഭവനത്തിന് വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ ബക്കറ്റിൽ എങ്ങനെ ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുക. ആരും കാണിക്കേണ്ട, ആരെയും ബോധ്യപ്പെടുത്തണ്ട, ആരോട് പറയണ്ട ഞാൻ ഇത്ര ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ ബക്കറ്റിൽ നിങ്ങളാ കഴിയുന്ന രൂപത്തിൽ ഇടുക. അത് നാളെ പരലോകത്തേക്ക് ഉപകാരമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹുവിൻ്റെ ഔദാര്യമായി അനുഗ്രഹമായി ലഭിച്ച സമ്പത്തിൽ നിന്നും ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി